ഖദീജ റളിയല്ലാഹു അൻഹു വളർന്നപ്പോൾ അവർ അബു ഹലാബ് ബിൻ സുറുറ എന്ന ഒരു കച്ചവടക്കാരനെ വിവാഹം ചെയ്തു. അവർക്ക് ഹിന്ദ്, ഹാല എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് അധിക കാലം ജീവിച്ചിരുന്നില്ല. അവർക്ക് 2 മക്കൾ ജനിച്ചതിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ഭർത്താവിന്റെ മരണശേഷം ഖദീജ റളിയല്ലാഹു അൻഹു ആതിഖ് ബിൻ അയ്യിദ് എന്ന മറ്റൊരു വ്യാപാരിയെ വിവാഹം ചെയ്തു. അതിൽ അവർക്ക് ഒരു മകൾ ഉണ്ടായി. എന്നാൽ ഈ വിവാഹവും വളരെ കാലം നീണ്ടു നിന്നില്ല. അവരുടെ 2ാമത്തെ ഭർത്താവും താമസിയാതെ മരണപ്പെട്ടു. അവർ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. മാത്രമല്ല അവരുടെ ഭർത്താക്കന്മാരുടെ സ്വത്തും അവർക്ക് ലഭിച്ചിരുന്നു. തന്റെ സമ്പത്ത് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. അവർ ഒരു ബുദ്ധിമതി മാത്രമായിരുന്നില്ല, നല്ലൊരു കച്ചവടക്കാരി കൂടിയായിരുന്നു. അവരുടെ കുടുംബ വ്യാപാരങ്ങൾ അവർ നേരിട്ട് നടത്താൻ തുടങ്ങി. അവർ കച്ചവട സാധനങ്ങൾ വാങ്ങുകയും യമൻ, സിറിയ എന്നിവിടങ്ങളിലെ കച്ചവടക്കാരുമായി വ്യാപാര ബന്ധം നടത്തുകയും ചെയ്തിരുന്നു. അവർ ഒരു സ്ത്രീ ആയിരുന്നതിനാൽ ഈ വിദൂര ദേശങ്ങളിൽ കച്ചവടത്തിനായി യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുവേണ്ടി അവർ ജോലിക്കാരെ നിയമിച്ചു. ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ മക്കയിലൂടെയാണ് യമനിലേക്ക് പോയിരുന്നത്. ഈ യാത്രക്കാരിൽ പലരും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും മക്കയിൽ തങ്ങുമായിരുന്നു. അവർ മാർക്കറ്റിൽ താൽക്കാലിക കടകൾ സ്ഥാപിക്കുകയും അവരുടെ ചരക്കുകൾ മറ്റ് വ്യാപാരികളുമായി കച്ചവട വിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവൻ അബൂ താലിബ് അവിടെ ഇരിക്കുകയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് 2 പേർ സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു. അവർ ഒരു പുതിയ ആളെ അന്വേഷിക്കുന്ന കാര്യത്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹു തന്റെ ജോലിക്കാർക്ക് മറ്റാരേക്കാളും കൂടുതൽ പ്രതിഫലം നൽകുന്ന കാര്യം വളരെ പ്രസിദ്ധമാണ്. ഇത് കേട്ടപ്പോൾ അബൂ താലിബ് തന്റെ അനന്തരവനെ കുറിച്ച് ചിന്തിച്ചു. ആ യുവാവ് കച്ചവടത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന ഒരു യുവാവായി മാറി. അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവവും അറിവും കാരണം എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും വിശ്വസ്തൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ എല്ലാവരും അൽ അമീൻ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ജോലിക്ക് വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹയെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. താൻ ഒരിക്കലും തന്റെ അമ്മാവന്റെ കുടുംബത്തിന് ഒരു ഭാരമാവാൻ പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയെ പോയി കാണാൻ അദ്ദേഹം സമ്മതിച്ചു. ആദ്യം അബൂ താലിബ് ഖദീജ റളിയല്ലാഹു അൻഹയെ കാണാൻ തീരുമാനിച്ചു. അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് പോയി സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു, മക്കയിലെ ജനങ്ങൾ അൽ അമീൻ എന്ന് വിളിക്കുന്ന എന്റെ മരുമകൻ ഒരു ജോലി അന്വേഷിക്കുകയാണ്. നിങ്ങളുടെ കച്ചവട സംഘത്തിൽ ഒരാളെ അന്വേഷിക്കുന്നതായി ഞാൻ കേട്ടു. നിങ്ങൾ അവനെ നിയമിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അബൂ ത്വാലിബിനെ അവർക്ക് അറിയാമായിരുന്നു. ഞാൻ നിങ്ങളുടെ മരുമകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ നിയമിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. അദ്ദേഹത്തോട് നാളെ എന്നെ വന്ന് കാണാൻ പറയൂ. അവർ പറഞ്ഞു. പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ പോയി കണ്ടു. അവർ ഉടൻ തന്നെ അദ്ദേഹത്തെ നിയമിച്ചു. സിറിയയിലേക്കുള്ള തന്റെ കച്ചവട സംഘത്തിന്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവാനാണ്. അദ്ദേഹത്തിന് 25 വയസ്സേ ഉള്ളൂ. തന്റെ യജമാനന് വേണ്ടി നന്നായി കച്ചവടം ചെയ്യാൻ കഴിയുമെന്നതിൽ അദ്ദേഹത്തിന് വളരെയധികം ആത്മവിശ്വാസമുണ്ടായിരുന്നു. പ്രവാചകൻ ആദ്യമായിട്ടല്ലായിരുന്നു സിറിയയിലേക്ക് പോകുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മാവൻ അബൂ ത്വാലിബിന്റെ കൂടെ അമ്മാവന്റെ ചില കച്ചവട സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ പോലെ ആയിരുന്നില്ല ഈ യാത്ര. ഇപ്പോൾ മുഴുവൻ കച്ചവട സംഘത്തിന്റെയും ഉത്തരവാദിത്വം അദ്ദേഹത്തിനായിരുന്നു. കച്ചവട കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം. മാത്രമല്ല തന്റെ കഴിവ് ഉപയോഗിച്ച് കച്ചവടത്തിൽ വലിയ ലാഭം ഉണ്ടാക്കുകയും വേണം. പ്രവാചകൻ ചെറുപ്പമായിരുന്നത് കൊണ്ടും കച്ചവടത്തിലെ പരിചയക്കുറവ് കൊണ്ടും തന്നെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനെ അദ്ദേഹത്തോടൊപ്പം അയച്ചു. മയസേര എന്നായിരുന്നു അയാളുടെ പേര്. മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ ദിവസങ്ങൾ എടുത്തു. ആദ്യം അവർ ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. കുറെ ദിവസം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ചിലപ്പോൾ കുറെ ദിവസം കാട്ടിലൂടെ ആയിരിക്കും യാത്ര. ദിവസങ്ങളോളം യാത്ര ചെയ്തതിനു ശേഷം ഒടുവിൽ അവർ സിറിയയിലെത്തി. മക്കയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ മാർക്കറ്റായിരുന്നു സിറിയയിൽ ഉണ്ടായിരുന്നത്. അവിടെ നിറയെ കച്ചവടക്കാരായിരുന്നു.
പ്രവാചകൻ അന്ന് കണ്ടതിനേക്കാൾ വളരെ മാറിയിരുന്നു ആ സ്ഥലം. മയസേര ഒരു സ്ഥലം കണ്ടെത്തി. ഒട്ടകങ്ങളെ മരത്തണലിൽ കെട്ടിയിട്ടതിനു ശേഷം ചരക്കുകൾ കെട്ടടിച്ച് പുറത്തെടുത്ത് കച്ചവടം ആരംഭിച്ചു. താമസിയാതെ അവർ വിൽക്കുന്ന ചരക്കുകൾ എന്താണെന്ന് കാണാൻ ആളുകൾ ചുറ്റും കൂടി നിന്നു. പ്രവാചകനും മയസാരയും തങ്ങളുടെ സാധനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വിറ്റു തീർത്തു. പ്രവാചകൻ സാധനങ്ങൾക്ക് വിലപേശി ഏറ്റവും നല്ല വിലക്കായിരുന്നു വിറ്റിരുന്നത്. അവർക്ക് ധാരാളം പണം ലഭിച്ചു. നേരത്തെ വിറ്റു തീർത്തത് കാരണം പ്രവാചകൻ മാർക്കറ്റിലൂടെ വെറുതെ നടന്നു. ടർക്കി, ചൈന, ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ തങ്ങളുടെ സാധനങ്ങൾ വിൽക്കാൻ ഇവിടെ എത്തിയിരുന്നു. ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് മക്കയിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ചരക്കുകൾ നല്ല ലാഭത്തിന് വിൽക്കുകയും ആ കാശ് കൊണ്ട് അവിടെ നിന്ന് കുറെ ചരക്കുകൾ മക്കയിൽ വിൽക്കുന്നതിനു വേണ്ടി വാങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ അവരുടെ കച്ചവട ചരക്കുകളുമായി സിറിയയിൽ നിന്നും യാത്ര തിരിച്ചു. ചരക്കുമായി വരുന്ന കച്ചവട സംഘത്തെ കണ്ടപ്പോൾ മക്കയിലെ ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. എന്താണ് അതിനകത്ത് എന്ന് അറിയാൻ അവർ കൗതുകത്തോടെ നോക്കി. സിറിയയിൽ ചരക്കുകൾ വിറ്റ് കിട്ടിയ പണം അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു. മാത്രമല്ല അവിടെ നിന്ന് വാങ്ങിയ കച്ചവട സാധനങ്ങളും അവരെ ഏൽപ്പിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. മുൻപുള്ളതിനേക്കാൾ ലാഭം അദ്ദേഹം ഇരട്ടിയാക്കിയിരിക്കുന്നു. കൂടാതെ കുറെ കച്ചവട ചരക്കുകളും വാങ്ങിച്ചിരിക്കുന്നു. പ്രവാചകൻ അവിടെ നിന്നും പോയപ്പോൾ അവർ മയസേരയെ വിളിച്ചു. പ്രവാചകന്റെ പെരുമാറ്റത്തെ കുറിച്ച് ചോദിച്ചു. അയാൾ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തെക്കാൾ സത്യസന്ധനോ വിശ്വസ്തനോ ആയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ അവർ സംതൃപ്തിയായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകും തോറും പ്രവാചകന്റെ പെരുമാറ്റം അവരെ കൂടുതൽ ആകർഷിച്ചു. മാഷാ അല്ലാഹ്, ഈ കഥ നല്ലതായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമായി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടുതൽ കഥകൾ പറഞ്ഞു തരുമോ അങ്കിൾ? തീർച്ചയായും പറയാം. അവരുടെ രസകരമായ ധാരാളം കഥകളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം.